ഹായ് ഗൈസ് പറയ് ഹായ് ഹായ് ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ പോവുകയാണ് ഗൈസ്. എവിടെയാണെന്ന് അറിയില്ല, ഉറപ്പിച്ചിട്ടില്ല. അമ്മ അതാ കയറി ഇരുന്നിട്ടാണ് വണ്ടി കയറി ഡെസ്റ്റിനേഷൻ തീരുമാനിക്കാം. അച്ഛൻ കൊലായിലുണ്ട്, അതായിരിക്കുന്നു. അയ്യോ, ഡ്രസ്സ് വേണമായി. അല്ല അമ്മ, അച്ഛൻ ഫോട്ടോ എന്തോന്ന് നോക്കുക. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതാണിട്ട് ഓണത്തിന് ആര് വാങ്ങിയത് അമ്മ? അത് അമ്മച്ചനും പാപ്പനും കിങ്ങിണിയും കൂടിയൊക്കെ വാങ്ങിയതാണ്. പിന്നെ ഇപ്പം ആൻറ്റിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയത് അതും. പിന്നെ എൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് വാങ്ങിയ വാച്ച് അമ്മച്ചൻ വാങ്ങിയതാണ്. സാറിന് ഒഴിഞ്ഞിട്ടില്ല, മുടിയൊക്കെ കെട്ടാനുണ്ട്. അണ്ണാക്കിലാണോ ഓട്ട് വിടുന്നത്? വായം തുറന്ന് വരുന്നത്. ആളെ ഒരുങ്ങുകയാണേ. അപ്പോൾ ഡെസ്റ്റിനേഷൻ നമുക്ക് കണ്ടുപിടിച്ചിട്ട് കാണാം. ഫാസ്റ്റാണ്. ഇതാ പോകാനായി, റെഡിയായി. ഞാനിതാ വാച്ചൊക്കെ കെട്ടി ചെരുപ്പും കൂടിയൊക്കെ എടുക്കാനുള്ളൂ. പോവാനായി. ഞങ്ങൾ കാറിലാണ് പോകുന്നത്. ഇപ്പോൾ ഡോറ് തുറക്കട്ടെ ഗൈസ്. ഞങ്ങളൊരു കാര്യം വെച്ചിട്ടുണ്ട് കാറിൻ്റെ ഉള്ളിൽ. ഇരിക്കേ, അവിടെ നിൽക്കല്ലേ അമ്മ. ഡോറ് റെഡി ടു ഗോ. എവിടേക്കാ പോകുന്നത്? ബീച്ചിലെത്താനായില്ലേ സാൻവി? സാൻവി തീവണ്ടി കാണാത്ത വിഷമ. തീവണ്ടി ഒന്നും വന്നില്ല അല്ലേ? പോകുമ്പോ ഞങ്ങള് തീവണ്ടി കാണും. കാപ്പാട് ബീച്ച് അടുത്തെത്തി. ബീച്ച് 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 അല്ലടാ, അങ്ങോട്ട് പോയാൽ നല്ല പാറയൊക്കെ കാണാൻ രസമുണ്ടടാ. ഞങ്ങൾ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് നിർത്താന്ന് വിചാരിച്ചു. വേണ്ട, പാർക്ക്, കുഞ്ഞി പാർക്ക്. ഇതില് പാർക്ക് പോലെയൊക്കെ ഉണ്ടല്ലേ? ഏതാ അവിടെ? എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു വരാം. ഇവിടെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പുതുതായിട്ട് വന്നാ തോന്നുന്നത്. യെസ്, അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. കാപ്പാട് ബീച്ച്. ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു, ഇറങ്ങിയാണ്. കുറേ ആളുകളൊക്കെ ഉണ്ട് വൈകുന്നേരം. നല്ല രസമുണ്ട്. ഇഷാന് ഭയങ്കര പരാതിയായിരുന്നു. ഇഷാന് പരാതി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പ്രാവശ്യം അങ്ങനെ കൂട്ടാതെ ബീച്ചിൽ പോയി. എന്നിട്ട് ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. പഫർ ഫിഷ് ഒന്നല്ല, മീൻ കേട്ടോ. ഇന്നിപ്പോ അന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോ അമ്മയും ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഞങ്ങൾ മാത്രമേ. അത്രയ്ക്കും വെള്ളം ഉണ്ടായിരുന്നു. വെള്ളത്തിലിറങ്ങണ്ട കേട്ടോ, എന്നാൽ സുഖമില്ലാത്തതാ എല്ലാവർക്കും. മുരു അതിന്റെ മുകളിലെ പറക്കുന്നുണ്ടോ? വലിയൊരു ഇതില്ലല്ലേ, എന്താ പറയാ, എന്താ പറയാ, ഒരു ബഹളം ഇല്ലാന്നറിയാം. സാൻവി സത്യേന്റെ മക്കളാണ് നിറച്ച്. എത്രയാ ഈ പാറം പുറത്ത് ഫുള്ളുണ്ട്. എത്രയാ ഇതൊക്കെ ആയി വന്നാ എന്തായിരിക്കില്ലേ? ഇത് ഇവിടെ കിടന്ന് വലുതാവുമോ? ഫുള്ള് അവിടെയൊക്കെ വലുതായിരിക്കും. ഈ പാറപ്പുറത്ത് മുഴുവൻ, ഈ കറുത്ത കാണുന്നത് മുഴുവൻ കക്കയാണ് കേട്ടോ. കുറച്ച് വലുതായിട്ടുണ്ട് അവിടെ. കൈയിട്ട് ഇതാക്കണ്ട. ഇതിന്റെ ഉള്ളിൽ നോക്കമ്മ, ഇതിന്റെ ഉള്ളിൽ നിറച്ചും കക്കയാവേ.
സാൻവി സാൻവിക്ക് പേടി. സാൻവി വെള്ളത്തിലൊന്നും ഇറങ്ങൂല. സാൻവിക്ക് മണ്ണേ പറ്റുള്ളൂ. വലിയ ബഹളമൊന്നും ഇല്ലാത്തൊരു നല്ല സുഖമുണ്ട്. ആ പാറപ്പുറത്ത് കയറണം ഇനി. സാൻവി ഇറങ്ങ് വാ, വെള്ളത്തില് കടല് കാണാൻ വന്നതല്ലേ, വാ ഇറങ്ങടി, വാ ഇറങ്ങ്. സാൻവി ഇറങ്ങുന്നില്ല, ഇറങ്ങ്, നിലത്തിറങ്ങ്. പേടിയാന്ന് തോന്നുന്നു. വാച്ചോ ഇതൊക്കെ ആ വണ്ടിയിൽ അയച്ചു വെച്ച് പോന്നാ പോരായിരുന്നല്ല. ഇതാണ് ഇതൊന്നും ഇടണ്ടെന്ന് പറഞ്ഞത്. ആ കീശയിലിടാ. ഞങ്ങള് പാറപ്പുറത്തേക്ക് വന്നു. ദേശാൻ ഇവിടെ ശരിക്കും വേലി പോലെ ഇങ്ങനെ ഉണ്ട്. അതിനുള്ള കൂടെ എല്ലാവരും വരുന്നൊക്കെ ഉണ്ട്. ഇപ്പം കടൽ വലിയ കുഴപ്പമൊന്നുമില്ല, ശാന്തമായിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ഈ പാറപ്പുറത്തേക്ക് വന്നിരുന്നു. നല്ല രസമാട്ടോ ഇവിടെ കാണാൻ. കുറേ വർഷങ്ങൾ സത്യം പറയുകയാണെങ്കിൽ കുറേ മുമ്പ് വന്നതാണ്. 2-3 വർഷമൊക്കെ ആയി ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട്. പെട്ടെന്നുണ്ടായ തീരുമാനമാണ് കേട്ടോ. അടിപൊളിയായി. ഇനി ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിക്കണം ആരെ കൊണ്ടെങ്കിലും. 2 ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുക. ഇത്രയൊക്കെ വെള്ളം ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ താഴ്ന്ന് കാണും. സൂപ്പർ അല്ലേ, കടലിൻ്റെ ഭംഗി. പാറപ്പുറത്തേക്ക് കൂടെ കയറി ഞങ്ങൾ ഇപ്പുറത്ത് വന്നു. ഇനി അത്രയും നടന്ന് അങ്ങോട്ട് പോകണം. വണ്ടി അപ്പുറത്താണ് ഉള്ളത്. ആ തോണി അത് നോക്ക്, തോണി അങ്ങോട്ട് നടന്നു നോക്ക്. അച്ഛൻ നിൽക്കുന്നു. ഞണ്ടോ? ആ ഫുള്ള് ഞണ്ട് കേട്ടോ. പാറപ്പുറത്ത് കാണാൻ പറ്റുമോ കൈസ് അറിയില്ല. അത് ഞണ്ടാണോ? ആ കളർ കാണുന്ന ആ എന്താ ഒരു കറുത്ത, അത് വേറെന്തോ സംഭവം. ഇത് മീൻ പിടിക്കാൻ പോകുന്നതാ? അല്ല, ആ മീൻ പിടിക്കാൻ പോകുന്ന. പിന്നെന്തിനു പോകുന്നതാ? എന്താ പോകുന്നത് ബോട്ട്. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ വെള്ളത്തിൽ ഇറക്കി ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പോകുന്നില്ല. സാൻവി നിലത്തിറങ്ങുന്നില്ല. അയ്യോ പട്ടം നോക്കി ഇതിൻ്റെ മുകളിൽ ചാടിക്കയറി പോണേ. അപ്പോൾ വീണേനെ. നായ പണി തരുമായിരുന്നു. പോലീസ് സൈഡ് പോസ്റ്റ് ആട്ടോ അത്. 2 പോലീസുകാരുണ്ട് അവിടെ. പട്ടതാ തെങ്ങിൻ്റെ മുകളിൽ. ഈ കുട്ടിയുടെ തും കുടുങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ആഹാ എന്താ കിടത്ത. ഒരു പട്ടത തെങ്ങിൽ കിടന്ന് തൂങ്ങിയാണ്. ഏകദേശം നല്ല സന്ധ്യയോടെ അടുത്ത് വന്ന് സൂര്യനൊക്കെ പതുക്കെ കടൽ താഴെ നിന്ന്. എന്തിന് വീട്ടിൽ കൊണ്ടുപോയാൽ അത് പറപ്പിക്കാനൊന്നും പറ്റൂല. ആ പിന്നെ കയറ് കട്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ആ അത് ഉണ്ടേണ്ടാ സാൻവി ഉണ്ടാ. സാൻവി നല്ല പോളിങ്ങാ. ഷാന് വേറെ സാധനമായിരുന്നു പറഞ്ഞത്, വാങ്ങിക്കൊടുത്തില്ല. അതുകൊണ്ട് വലിയൊരു സന്തോഷമല്ല. പട്ടം പറക്കുന്ന ഒരു 2 മക്കൾ കുഴി ഉണ്ടാക്കിയ നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ കളയല്ല. കുറച്ച് കണ്ടിട്ട് ഞങ്ങൾ ഇനി അപ്പുറത്ത് ഒരു പാർക്ക് പോലെ ഉണ്ട്, അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോവും വേണം. സാൻവിതാ, സാൻവിക്ക് തീവണ്ടി കാണാത്തതിൻ്റെ വിഷമം. വരുന്ന വഴി ട്രാക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ അപ്പം നിലവിൽ തീവണ്ടിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കുറേ കരഞ്ഞു തീവണ്ടി കാണാതെ. ആ അവിടെ തീവണ്ടി ഇല്ല, പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ തീവണ്ടി ഉറപ്പായിട്ടും കാണില്ല. സാൻവി
തീവണ്ടി കാണൂലേ പോകുമ്പോ? ആ കടലിൽ എവിടെയാ തീവണ്ടി ഉണ്ടാവുക? പക്ഷെ ഞങ്ങൾ കാണും, തീവണ്ടി തീർച്ചയായും കാണും ഗൈസ്. വാസ്കോഡ ഗാമക്കാട് കാല് കുത്തിയ കാപ്പാട്. കാപ്പാട് റിസോർട്ടാണ്. പിന്നല്ലാതെ ആടോ ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. തുവപ്പാറ അമ്പലത്തിൽ പോയിട്ടില്ല, പാറപ്പുറത്താണ്, അവിടെയാണ് അമ്പലം. ഇതാണ് അമ്പലം. നല്ല രസമാണ്. അടുത്തുള്ളവർക്കൊക്കെ രസവും വൈകുന്നേരം ഇങ്ങനെ വന്നിരിക്കും. ഇതാണ് ഇതിന്റെ മുകളിലാണ് അമ്പലം. ഇതിന്റെ എൻട്രൻസ്. ആ ഇവിടെയാണ് എൻട്രൻസ്. അപ്പൊ ഞങ്ങളിനി കുറച്ച് മുന്നിക്ക് പോയി നോക്കട്ടെ. പോവാം. ഇരുടായി തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. വേറെ അതിന് കുറച്ചിങ്ങോട്ടായിട്ട് പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഇരുട്ടല്ലേ, ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇഷാന് ഭയങ്കര നിർബന്ധം ഒന്നുകൂടി ഒന്ന് വെള്ളത്തിലിറങ്ങണം. ആ മരുഭൂമി. സൂര്യനൊക്കെ എവിടേക്കോ താന്നത്. ആ ഒരു നക്ഷത്രം ആകാശത്തിൽ കണ്ടോ? എന്താ ഇറങ്ങണോ? ആ ആ ഒരു ബോട്ട് വരുന്നു. ബോട്ട് ബോട്ട് ബോട്ട്. അതാ ആ ഇറങ്ങ. സാൻവിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ സാൻവി ഇറങ്ങി നടക്കുകയാണ്. ബാ. സാൻവി മണ്ണ് മാത്രമേ നിൽക്കുള്ളൂ. വെള്ളം സാൻവിക്ക് പറ്റില്ല. വീട്ടിലെ പൈപ്പിലെ വെള്ളമേ പറ്റുള്ളൂ. ആയി നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. കടലിൻ്റെ ഒരു ആരവോ തിരമ്പലോ തിരമാലയോ ഒന്നുമില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള. അങ്ങനെ വീണ്ടും അടുത്ത ബോട്ട്. മറ്റത് എവിടെയോ അങ്ങെത്തി. സാൻവി ഇതെല്ലാ ധൈര്യവും സംഭരിച്ചതാ കടലിലിറങ്ങി. ഹായ് സാൻവി, ഇങ്ങോട്ട് നോക്ക്. സാൻവി ചേട്ടായി എന്തൊക്കെയോ ഉണ്ടാക്കുന്ന. കടലമ്മ കള്ളത്തിൽ നീന്താൻ പോകാൻ തോന്നുന്നുണ്ട്. എവിടെ കടലെവിടെ സാൻവി? അതാ ബോട്ട്. ഏട്ടന് ഫോട്ടോ എടുക്കണ തിരക്കില. അതാ പോകുന്നു. അതാ കാണുന്നത്. ഷാനെ പാൻറ് ആകെ നനയ്ക്കല്ലേ, നല്ലോണം ഇരിക്കി. ആ കുഴപ്പമില്ല. ആ നല്ല രസമുണ്ടായിരുന്നു അല്ലേ. അതിലെടുത്താൽ ആൾക്ക് ധൈര്യം വന്നു. ഇഷാനാടെ എന്തോ കാര്യമായിട്ട് എഴുതുകയോ വരയ്ക്കുകയോ എന്താണോ പണി. നല്ല രസമായി. ഞങ്ങൾ രാത്രി അങ്ങനെ ബീച്ചിൽ വന്നിട്ടില്ല മക്കളായതിനു ശേഷം. അപ്പോൾ നല്ല വൈബുണ്ട്.